ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിനം വരുമേ വിശുദ്ധരിൻ കൂട്ടം ദിക്കുകളിൽ നിന്നും ചേരും. അന്ന് ഏഴയും അവരോട്, ഞാനും ആ കൂട്ടത്തിൽ ചേരും. ഏത് കൂട്ടത്തിൽ? വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ. വിശുദ്ധന്മാരുടെ കൂട്ടം കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ ഒരുമിച്ച് ചേരുന്നതായ ആ സുദിനത്തിൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും. ആ സദസ്സ് വളരെ ശോഭിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് പ്രശോഭിതമായ ആ സദസ്സിൽ ചേർന്ന് നിൽപ്പാൻ എനിക്കും ഇടയാകും. പ്രത്യാശയുടെ ഗാനമാണത്, വിശ്വാസത്തിൻ്റെ ഗാനവുമാണ്. എന്നാൽ ഇന്ന് നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ആ ഒരു പ്രാഗൽഭ്യം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ കടന്നുപോയാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വന്നാൽ പരിശുദ്ധന്മാരുടെ നിരയിൽ എനിക്കും ചേരാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടോ? എനിക്കതാണ് ആഗ്രഹം, എനിക്കത് കിട്ടണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് വളരെ ഉറപ്പായി തന്നെ നിർണ്ണയിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ്. വളരെ വളരെ നിർണായകമായൊരു തീരുമാനമാണ് അതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടത്. വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല കേട്ടോ, വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല, വലിയ വേദജ്ഞാനം വേണമെന്നില്ല, വേദപാണ്ഡിത്യം വേണമെന്നൊന്നുമില്ല. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, ഒന്ന് മാത്രം, ക്രിസ്തു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. കുറേ അനേക കാര്യങ്ങളൊക്കെ അറിയാം, ശരി. വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചവർ, നിങ്ങൾ അനേകം പേര് വായിച്ചവരുണ്ട്, നല്ലതാണതെല്ലാം. പക്ഷേ വേദപുസ്തകം വായിക്കുന്നുണ്ട്, അറിവുണ്ടാക്കുന്നുണ്ട്, നല്ല നിശ്ചയം തന്നെയുണ്ട് പലർക്കും. എന്നാൽ യേശുക്രിസ്തു ഇന്ന് വന്നാൽ ഞാൻ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടും എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടോ നാം ചിന്തിക്കേണ്ടതാണ്. അത് കിട്ടി അടങ്ങാവൂ, ഇല്ലെങ്കിൽ നഷ്ടമാണ്. ദിവസങ്ങളിങ്ങനെ കൊഴിഞ്ഞങ്ങ് പോകും. ഓരോ ദിവസം കഴിഞ്ഞ് നമ്മളങ്ങനെ പോകും. ഒരു ദിവസം കണ്ണടയും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കില്ലെങ്കിൽ നാം നിർഭാഗ്യരാണ്. ആ ഏറ്റവും കൊടിയ നിരാശയിലും ദുഃഖത്തിലുമായി പോകും. ഇതെല്ലാം നാം കേൾക്കുന്നുണ്ടെങ്കിൽ എന്നും കേൾക്കുന്ന വാക്കുകളായിട്ടായിരിക്കണം, പലരുടെ ഉള്ളത്തിൽ തൊടുന്നില്ല. എന്നും നാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. സർദീസ് സഭയ്ക്കുള്ള ദൂതിൽ ജാഗ്രതയുള്ളതിനായിരിക്കുക എന്നാണ് പറയുന്നത്. എക്കാലത്ത് സഭകളിലും ഇത് ആവശ്യമാണ്. സർദീസ് സഭയ്ക്ക് മാത്രമല്ല, എഫേസസ് സഭ, സ്മുർന സഭ, പെർഗമോസ് സഭ, തുയഥൈര സഭ, സർദീസ് സഭ, ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭ, ഈ 7 സഭകൾക്കുള്ള ദൂതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഉണർന്നുകൊള്ളുക, അതിവേഗം ഉണർന്നുകൊള്ളുക, ജാഗ്രതയായിരിക്കുക. ഇന്ന് വെറുതെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുവിശേഷം എന്ന പേരിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. സുവിശേഷ യോഗം എന്നുള്ള പേരിൽ, കൺവെൻഷൻ പ്രസംഗം എന്നുള്ള നിലയിൽ സുവിശേഷ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പല വേദികളിലും സുവിശേഷ പ്രസംഗത്തിൻ്റെ ആ ഛായയിൽ എന്തെല്ലാമൊക്കെയാണ് നടക്കുന്നത്. എല്ലാം അനുകരണങ്ങൾ. ഒരാൾ സുവിശേഷം പ്രസംഗിച്ചു, അദ്ദേഹം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ തള്ളി വീഴിക്കുന്നു. അത് കണ്ടപ്പോൾ മുതലിപ്പോൾ ചെറുപ്പക്കാർ പലരും പ്രസംഗിക്കാൻ കയറി തള്ളി വീഴിക്കുകയാണ്. ഞാൻ നമ്മുടെ ടി വിയിൽ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു പാസ്റ്ററാണെന്നാണ് പറയുന്നത്, ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ഓരോരുത്തരിങ്ങനെ തള്ളുക, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വീഴുക. അതിന് പിടിക്കാനുണ്ടോ? ഓടി വന്ന് ചിലർ പിടിക്കാൻ നോക്കുന്നുണ്ട്, ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ വീഴുന്നു. ഇതെല്ലാമാണ് ആത്മീയം ധരിക്കുന്ന ആളുകൾ. ഇതെല്ലാമാണ് ആത്മീയം. ചില രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നു. ഒരിക്കൽ ഒരു അല്പം വിമർശനാത്മകമായി ഇതിനെ കണ്ട ഒരാൾ പറയുകയുണ്ടായി, ഇവർ ഈ രോഗസൗഖ്യം നടക്കുന്ന ഉപദേശിമാരെ ഒരു കാര്യം ചെയ്താൽ വേണ്ടിയായിരുന്നു, നമ്മുടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടാൽ എന്തോ രോഗികളാണ് അവിടെ കിടക്കുന്നത്, അവർക്ക് രോഗസൗഖ്യം കൊടുത്താൽ നല്ലതായിരുന്നു. ഒരാൾ ഹാസ്യാത്മകമായി പറഞ്ഞതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുമാത്രം രോഗികൾ, എല്ലാ ഹോസ്പിറ്റലിലും നിറയെ രോഗികൾ. ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിച്ച് ആളുകളെ തള്ളി ഒഴിക്കാതെ, രോഗസൗഖ്യമായി എന്ന് പറഞ്ഞ് കൊട്ടി ഒഴിക്കാതെ അവർ നേരെ ചെന്ന്
ഹോസ്പിറ്റലിൽ ചെന്ന് ഓരോ രോഗിയുടെയും മേൽ കൈവച്ച് സൗഖ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വഹിക്കാൻ വയ്യാതെ ഒരാൾ അല്പം വിമർശനാത്മകമായി പറഞ്ഞതാണത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി അംഗീകരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ കർത്താവ് നടത്തി തരും, രോഗസൗഖ്യം തരും. ഈ രോഗസൗഖ്യം മാത്രം കിട്ടിയിട്ടിങ്ങനെ രോഗസൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ആ സാക്ഷ്യങ്ങൾ വല്ലതും വ്യർത്ഥമാണ് താനും, രോഗസൗഖ്യം കിട്ടുന്നില്ല താനും. എന്നാൽ വാസ്തവത്തിൽ പാപം മാറി ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറു ഹൃദയത്തിൽ ക്രിസ്തു വസിക്കാനിടയായി കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായും രോഗങ്ങൾ മാറണമല്ലോ. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു എന്നാണ്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു എന്നാണല്ലോ വചനം പറയുന്നത്. രോഗങ്ങൾ വഹിച്ചു, അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. പക്ഷേ പാപമോചനം കിട്ടാതെ രോഗസൗഖ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. രോഗസൗഖ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. എന്ന് കടന്നു പോയാലും നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്നു. തൽക്കാലം രോഗസൗഖ്യം കിട്ടിയെന്നൊക്കെ ഭാവിച്ച് നടന്നാലും അവസാനം നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗസൗഖ്യമല്ല, പാപമോചനമാണ്. മനുഷ്യൻ്റെ സ്വഭാവ രൂപാന്തരമാണ്. അതാണ് ആവശ്യം. ഭാഗ്യവശാൽ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വളരെ അനുഗ്രഹീതമായ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. നാം പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷയും നടത്തുന്നില്ല. പാവം മാറുന്നവർക്ക് രോഗസൗഖ്യം കിട്ടുന്നുണ്ട്. പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ചിലർക്ക് പരീക്ഷ പാസ്സാകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതൊന്നും നാം അത്ര പ്രധാനമായി കാണുന്നില്ല. കാരണം രോഗം മാറിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാലും എന്ത് പ്രയോജനം? എന്ന് കടന്നുപോയാലും ദൈവരാജ്യത്തിൽ പോകുമെന്നുള്ളത് ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ എത്രയോ ഭയാനകമാണത്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കിട്ടുക എന്നുള്ള മഹത്തായ കാര്യം അനുഭവമാകേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൻ്റെ പൗരത്വം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൻ്റെ പൗരത്വം ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, ദൈനംദിന കാര്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ, ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും യാതനയും വേദനയും എല്ലാം ഉള്ള ഈ ചുറ്റുപാടിൽ ജീവിച്ച് നാം അക്കരെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. ജീവൻ്റെ പുസ്തകം, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടുമെന്നാണ് വചനം പറയുന്നത്. ചിന്തിക്കൂ, ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണുമോ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളോട് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയോടെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എനിക്ക് പേരുണ്ട്. സ്വർഗത്തിൽ എൻ്റെ പേര് വിളിക്കുന്ന ദിവസമുണ്ട്. സ്വർഗത്തിൽ എൻ്റെ പേര് വിളിക്കുന്ന ദിവസം എൻ്റെ പേര് അവിടെ ഇല്ലെങ്കിൽ നഷ്ടമല്ലേ? എൻ്റെ കർത്താവേ, നരകത്തീയിലേക്ക് പോകാൻ എനിക്കിട വരരുതേ. ഈ നാളുകളിൽ നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കേണ്ട ഒരു ആശയമാണ്, ഉറച്ചു നിൽക്കേണ്ട കാര്യമാണ്. മറ്റെല്ലാം മറക്കുക. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. ആ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതൻ നിങ്ങളെ തന്നെ കാണിക്കുക. കർത്താവ് മനസ്സറിഞ്ഞു, അവർക്ക് രോഗസൗഖ്യം കൊടുത്തു. പക്ഷേ കർത്താവ് അവിടെ നിന്ന് പോയില്ല. കർത്താവ് അവിടെ നിന്ന് നിൽക്കുക. എന്നാൽ അതിൽ ഒരാൾ മാത്രം മടങ്ങി വന്നു. ഒരാൾ മാത്രം. ആ മടങ്ങി വന്ന ആളോട് കർത്താവ് പറഞ്ഞു, അവൻ വന്ന വഴി കർത്താവ് നന്ദി പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അന്യാധികാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അന്യാധികാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരെ ആരെയും കാണുന്നില്ല. 10 പേര് ശുദ്ധരായില്ലയോ? ബാക്കി 9 പേര് എവിടെ? രോഗസൗഖ്യം കിട്ടി 10 പേർക്കും. പക്ഷേ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഈ ഒരാൾ മാത്രമാണ്, നന്ദിയോട് തിരിച്ചു വന്നവൻ മാത്രം.
അതുകൊണ്ട് രോഗസൗഖ്യം കിട്ടിയെന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, ഭൗതികമായ ചില അടയാളങ്ങൾ കണ്ടു എന്നുള്ളത് മാത്രമായില്ല. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, രോഗമില്ല, യാതനയില്ല, കടമില്ല, വിഷമമില്ല, പ്രതിസന്ധികളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സുഖശീതളമായ ജീവിതം അല്ല. അത് തെറ്റായൊരു ധാരണയാണ്. ക്രിസ്തീയ ജീവിതം മുൾപാതയാണ്. ക്രിസ്തീയ ജീവിതം കുരിശ് ചുമക്കുന്ന വഴിയാണ്. ക്രിസ്തീയ ജീവിതം ദുരിതവും കഷ്ടവും സങ്കടവും എല്ലാം ഉള്ള വേദനാകരമായ വഴിയാണ്. എന്നും ഒന്നു മാറി പ്രശ്നങ്ങളുടെ വഴിയാണ്. ക്രിസ്തീയ ജീവിതം സുഖലോലുപമായ വഴിയല്ല. എല്ലാം നല്ലതെന്ന് പറഞ്ഞ് ആസ്വാദ്യമാണെന്ന് തോന്നിക്കുന്ന വഴിയല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ദുരിതം നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടം നിറഞ്ഞതാണ്. അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് മിഷനറി യാത്രയിൽ പറഞ്ഞൊരു വാക്യമാണത്. അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറണം. എൻ്റെ കർത്താവേ, ഈ ലോകത്ത് ഒരു ചുരുങ്ങിയ കാലം ഞാൻ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കാലം നിത്യതയ്ക്ക് വേണ്ടിയുള്ള സമ്പത്ത് എനിക്ക് സമ്പാദിക്കാൻ കഴിയണം. അതിനെൻ്റെ കൃപ തരണം. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരണം. സദ്യസഭയുടെ കാര്യം പറയുമ്പോൾ നാം വായിക്കുന്നത് അങ്ങനെയാണ്: ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് ഒരു പേര് മായ്ച്ചു കളയുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. വായിക്കാം. വെളിപ്പാട് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, അവൻ്റെ ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ പേര് ഏറ്റുപറയും. എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ പേര് ഏറ്റുപറയും. മാലാഖമാരുടെ മുമ്പിൽ ഞാൻ നിൻ്റെ പേര് ഏറ്റുപറയും. നീ ജയിക്കുന്നുവെങ്കിൽ നിനക്ക് ഞാൻ വെള്ളയെടുപ്പ് തരാം, ശുഭ്രമായ വസ്ത്രം തരാം. ഈ വിശ്വാസിയായി ജീവിക്കുന്നൊരു ദൈവപൈതലിൻ്റെ പദവിയാണ് കറയില്ലാത്ത ജീവിതം, കറ വിരളാത്ത ജീവിതം. വെള്ളയുടുപ്പായിരിക്കണം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള വൈറ്റ്നസ് അല്ല ഈ പറയുന്നത്. ശുദ്ധമായ വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം, ചെളിയാശാത്ത വസ്ത്രം, കറയില്ലാത്ത വസ്ത്രം. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുക, നാം ശുഭ്രതയുള്ളവരായിരിക്കണം, നാം വിശുദ്ധരായിരിക്കണം. ഇത് കേട്ട് മടുത്തു പോകല്ലേ? നിങ്ങൾ പ്രിയപ്പെട്ടവർ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് അശുദ്ധി സംഭവിക്കുന്നത്? ചിന്തിക്കണം. എൻ്റെ വസ്ത്രത്തിൽ എവിടെയെല്ലാമാണ് കറ വരളുന്നത്? ഈ പുറമെയുള്ള വസ്ത്രത്തിൻ്റെ കാര്യമല്ലല്ലോ. എവിടെയെല്ലാമാണ് എനിക്ക് കറയുള്ളത്? എവിടെയെല്ലാമാണ് എനിക്ക് ചെളിയുള്ളത്? എവിടെയെല്ലാമാണ് എനിക്ക് കേടുപറ്റുന്നത്? എവിടെയെല്ലാമാണ് എനിക്ക് വൃത്തികേട് സംഭവിക്കുന്നത്? ചിന്തിക്കൂ. മനസ്സിൽ പോകുന്ന ചിന്തകളിൽ എന്തുമാത്രം തെറ്റുകളാണ് വരുന്നത് ഓരോ ദിവസവും. ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ഒന്ന് ശാന്തമായിട്ടിരുന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയാൽ ആ 10 മിനിറ്റ് നേരം എന്തെല്ലാം ചിന്തകളാണ് വന്നത്? എന്തെല്ലാം ചിന്തകൾ! ചിലപ്പോൾ തെറ്റില്ലാത്ത ചിന്തകളൊന്നും കാണും, പക്ഷേ തെറ്റുള്ള ചിന്തകളും വരുന്നു. നമ്മുടെ മനോമണ്ഡലം വികൃതമാകുകയാണ്. നമ്മുടെ മനസ്സ് ഏറ്റവും ഹീനമാവുകയാണ്, മ്ലേച്ഛമാവുകയാണ്. എന്തെല്ലാം ചീത്ത വികാരങ്ങളാണ്, ചീത്ത ആഗ്രഹങ്ങളാണ്, മ്ലേച്ഛമായ മോഹങ്ങളാണ്, വൈരാഗ്യ ചിന്തകളാണ്, പ്രതികാര മോഹങ്ങളാണ്. എന്തെല്ലാമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി വന്നിരിക്കുന്നത്. ഓരോരുത്തരും ചിന്തിച്ചാലറിയാം. ഇവയൊന്നും ഇല്ലാത്ത വിധത്തിൽ കറുതീർന്നതിനായി നിൽക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. സ്നേഹവാനായ ദൈവം കൃപയാൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നഷ്ടം നമുക്കാണ്. കറ പറ്റിയാൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടി, നല്ലത്.
പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടിയവരുടെ ജീവിതത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്നൊരു ദുർഗതിയുണ്ട്, ഒരപകടമുണ്ട്. ഒരിക്കലും തെറ്റിദ്ധരിച്ച് പോകരുത്. ഞാൻ ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിൻ്റെ വചനം കേട്ടു, ഞാൻ കർത്താവിനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് എനിക്ക് കുഴപ്പം വരികയില്ല, ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലും എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരരുത്. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നതാണ് കർത്താവിൻ്റെ വചനം. അവസാനത്തോളം സഹിച്ച് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തെറുത്തുയരുന്നൊരു ചിന്തയാണിത്. കർത്താവേ, അവസാനം വരെ നിൽക്കാൻ കൃപ തരണേയെന്ന്. അതെന്താണ്? വേറെ പ്രകടമായ പാവത്തിൻ്റെ പ്രലോഭനങ്ങളൊന്നും ഭാഗ്യവശാൽപ്പോഴൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, എത്രയോ വീരന്മാർ പട്ടുപോയി, എത്രയോ മഹത്തുക്കൾ, എന്നേക്കാൾ ശക്തരും ഭക്തരുമായിരുന്ന എത്രയോ പേര് വഴിമധ്യത്തിൽ വീണുപോയി. ഓട്ടമോടിയവർ ഇടറി വീണു പോയവരുണ്ട്, ഓട്ടമോടിയവർ തെന്നി വീണവരുണ്ട്, എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന കിടപ്പിൽ പോയവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട് ആത്മീയ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഈ പഴയകാലം മുതൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, അനേകം പേരും ഓട്ടമോടി തുടങ്ങി, പക്ഷേ പൂർത്തീകരിക്കുന്നില്ല, പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല. ഉടുപ്പ് മലിനമായി പോകുന്നു, ഇടയ്ക്ക് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകുന്നു. വളരെ സങ്കടകരമായൊരു കാര്യമാണത്. ഞാൻ അല്പം പോലും മായം കലർത്താതെ പറയുകയാണ്, എനിക്ക് ഭയമുണ്ട്. അങ്ങ് എത്തുന്നതുവരെയും കൊണ്ടുപോകാൻ പറ്റുമോ? പേടി. എന്താണ് കാരണം? ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയാൽ ഞാൻ ഔട്ടായി പോകും. ദൈവത്തിന് മോക്ഷമില്ല, എനിക്കറിയാം. എവിടെയെങ്കിലും ഒരു മനോഭാവത്തിൽ തെറ്റുപറ്റിയാൽ, ഏതെങ്കിലും കാര്യത്തിൽ ആരോടെങ്കിലും ഇടപെടുന്നതിൽ തെറ്റുപറ്റിയാൽ, ആരെക്കുറിച്ചെങ്കിലും ഒരു മുൻവിധി ഉണ്ടായിപ്പോയാൽ, ആരെക്കുറിച്ചെങ്കിലും ഒരു മുഷിച്ചിലോ ഇഷ്ടക്കുറവോ നീരസമോ ഉണ്ടായിപ്പോയാൽ ഞാൻ വേലിക്ക് പുറത്തായി പോകും. അതെനിക്കറിയാം. കാരണം വചനം ഞാൻ പഠിച്ചു എന്നുള്ളതുകൊണ്ട്, വചനം ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവറിയാൽ ഭാഗ്യവശാലോട്ട് സൂക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കണം. നിങ്ങൾ ഓരോരുത്തരും തന്നെത്താൻ സൂക്ഷിക്കണം. വളരെ ക്ലേശമായൊരു യാത്രയാണിത്. വിചാരിക്കുന്ന പോലെ അത്ര ലളിതമായ യാത്രയല്ല. എന്തൊരു ഭാഗ്യമാണ് ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ആലോചന കേട്ടുകൊണ്ട് നടക്കുക എന്നുള്ളത് എന്തൊരു ഭാഗ്യമാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എന്തൊരു ഭാഗ്യം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്തോത്രം. അനുഭവമുള്ള ദൈവമക്കൾ പറഞ്ഞ വാക്കുകൾ ഇതല്ല. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. മഹത്വത്തിൽ ഞാൻ എന്നെ കൈക്കൊള്ളുന്നവരെയും നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തിക്കൊണ്ടിരിക്കും. നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും, എന്നെ പിന്തുടരും. എൻ്റെ പിറകിൽ നന്മയും കരുണയും പറയെ വരികയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം നന്മയും കരുണയും പിന്നാലെ വരുന്നു. ദാവീദിൻ്റെ അനുഭവമാണത്. നമുക്ക് പറയാൻ പറ്റുമോ നന്മയും കരുണയും പിന്നാലെ വരുന്നുണ്ട് എന്ന്? നമുക്ക് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് ഗൗരവമേറിയൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകരുത്. ഒന്ന്, ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടണം. രണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകരുത്. അനേകം പേർക്കും ജീവൻ്റെ പുസ്തകത്തിൽ ഇതുവരെയും പേര് കിട്ടാത്തവരുണ്ട്, മാനസാന്തരപ്പെടാത്തവരുണ്ട്, ഇതുവരെയും ജീവിതം കർത്താവിന് സമർപ്പിച്ചിട്ടില്ലാത്തവരുണ്ട്. നാം മാമോദിസായിൽ പറഞ്ഞു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. തീർച്ചയായും അത് ശരിയായ ഒരു സമർപ്പണം തന്നെയാണ്. സാത്താനെ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിക്കുന്നുള്ളതാണ് സാക്ഷാത്തായ സമർപ്പണം. പക്ഷേ അതൊരു ചടങ്ങായി പോയില്ലേ ഇന്ന്? എത്ര പേർക്കറിയാം മാമോദിസായിൽ അങ്ങനെ പറഞ്ഞുവെന്ന്? തലതൊട്ടപ്പനോ തലതൊട്ടുമ്പോയോ അങ്ങനെ പറഞ്ഞുവെന്ന് ആർക്കറിയാം? അതൊന്നും പ്രത്യേകിച്ച് പിന്നെ പഠിപ്പിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നാറുണ്ട്, ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കൂട്ടരെ, നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരിക്കൽ ശിശുവായിരുന്നപ്പോൾ നിങ്ങൾ പള്ളിയിൽ വന്ന് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു പറഞ്ഞവരാണ്, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞവരാണ്. നിങ്ങൾ ഒരിക്കലും ഇനി സാത്താൻ്റെ കൂടെ പോകരുത്, പാപം ചെയ്യരുത്, മദ്യപിക്കരുത്, നിങ്ങൾ കള്ളസാക്ഷ്യങ്ങൾ പറയരുത്, നിങ്ങൾ കൊള്ളലാഭം ഉണ്ടാക്കരുത്, നിങ്ങൾ കളവ് ചെയ്യരുത്, ആരെയും ദ്വേഷിക്കരുത്, നിങ്ങൾക്ക് ആരോടും വൈരാഗ്യം ഉണ്ടായിരിക്കരുത്, പക പാടില്ല, സ്നേഹമായിരിക്കണം എന്നൊക്കെയല്ലേ ഈ അച്ഛന്മാർ പറയേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്നത്തെ അച്ഛന്മാർക്ക് അത് പറയാൻ നേരമില്ല. അവർക്ക് കവർപ്പിരിവിൻ്റെ കാര്യവും കുരിശുതൊട്ടിലേക്കുള്ള പ്രദർശനത്തിൻ്റെ കാര്യവും
പിന്നെ നേർച്ച കാഴ്ചകളോട് വന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള കാര്യമൊക്കെ പറയാനുള്ളൂ. അല്പം ഹാസ്യാത്മകമായി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് വാസ്തവത്തിൽ നടക്കേണ്ടത് നടക്കുന്നില്ല. സഭ എന്തിനാണ്? സഭ എന്തിനാ? പള്ളി എന്തിനാ? സഭയും പള്ളിയുമെല്ലാം മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാനാണ്. അവന് ജീവവസ്തുവിൽ പേര് കിട്ടാനാണ്. അവന് ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കാനാണ്. അതിനുള്ള മാർഗ്ഗനിർദ്ദേശം നൽകാനാണ്. അതിനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയൊക്കെ നിയമിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, മേൽപ്പട്ടക്കാർ ചെമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവ് വരെ ഭൂമിയതിങ്കിൽ അണിയിച്ചാർ ഇവർ അനിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്ത് ഏറ്റുവസിക്കുന്ന സ്തുതിയുള്ളതാലേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നിയമിച്ചതിന് ഉദ്ദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സഭയിൻ മക്കളെ സ്തുതി അണിയിക്കാനാണ്. സ്തുതി അണിയിക്കുക. പാവമോചനം കിട്ടുമ്പോഴുണ്ടാകുന്ന സ്തുതി, പാവമോചനം കിട്ടുമ്പോഴുണ്ടായ നന്ദിയുടെ സ്തുതി, അതിനുവേണ്ടിയാണ് മേൽപ്പട്ടക്കാരെ നിയമിച്ചിരിക്കുന്നത്. അത് ആളുകൾക്ക് ധരിപ്പിച്ചു കൊടുക്കണം. ഒന്ന് പഠിക്കുക. തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളായി. അനവരതം ഇടപെടാത്ത സ്തുതിയാണ്. അനവരതം സ്തുതി ചെയ്ത് സ്തുതി കരയേറ്റി അതിനുള്ളതായ ആത്മീയമായ സൗഭകം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും നിയമിച്ചത്. അവരാണത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരെ ഏർപ്പാടാക്കിയതിൻ്റെ ഉദ്ദേശം അതാണ്. മേൽപ്പട്ടക്കാർ പട്ടക്കാർ ഷമ്മാശന്മാർ ഭൂമിയിൽ ഏർപ്പാടാക്കിയത് ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ സഭയെ സ്തുതി അണിയിക്കാൻ വേണ്ടിയാണ്, സ്തുതി ധരിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായി ഇന്ന് അനുഗ്രഹീതരായ ദൈവമക്കൾ എഴുന്നേൽക്കേണ്ടതാണ്. ഒരു തിരുത്തൽ ശക്തിയായിട്ട്. അവരാരെയും കുറ്റം പറയാനല്ല. എന്നാൽ ഇന്നത്തെ ഈ പോക്കിൽ അനേകർ ഒരു ലക്കുമില്ലാതെ നാശത്തിലേക്ക് പോകുന്നു. നാശത്തിലേക്ക്. ഗദരദേശത്തെ ഭൂതബാധയിൽ നിന്നിറങ്ങിപ്പോയ പിശാചുക്കളെല്ലാം 6000 ഭൂതങ്ങൾ പന്നികൾ കടന്നിട്ട് ആ പന്നിക്കൂട്ടം ഓടിയതുപോലെ ഇന്ന് അനേകർ നരകാഗ്നിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയുന്നില്ല. അനേകർ നരകാഗ്നിയിലേക്ക് ഒഴുകുന്നു. ഭൂതങ്ങൾ ഈ പന്നികളിൽ കടന്നപ്പോൾ, അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ കടന്നപ്പോൾ പന്നികൾ ഓട്ടം തുടങ്ങി. കൂട്ടത്തോടെ ഓടുകയാണ്. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഓടുന്നത് പാവങ്ങൾ. ചിലർ ഓടുന്നു, അത് കൂടെ ഓടുന്നു. അങ്ങനെ എല്ലാവരും ഓട്ടമാണ്. അവസാനം ആ തടാകത്തിൽ, ആ പെരുവെള്ളത്തിൽ എല്ലാം പന്നികൾ മുങ്ങിച്ചത്തു. ഇതുപോലെ ഇന്ന് അനേകർ നരകാഗ്നിയിൽ വീണ് നശിക്കാൻ വേണ്ടി പിശാച് അനേകരിങ്ങനെ ആട്ടിപ്പായിച്ച് ആ നരകവിധിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മദ്യപാനം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് മദ്യപാനം വർദ്ധിക്കുന്നു. ചെറുപ്പക്കാരുടെ ഇടയിൽ ദുശ്ശീലങ്ങൾ വർദ്ധിക്കുന്നു. ചീത്ത ശീലങ്ങൾ, കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ എന്തുമാകട്ടെ, ഹാൻസ് എന്നൊക്കെ പറയുന്നതായ ചില സാധനങ്ങൾ, മനുഷ്യനെ മയക്കിയെടുക്കുന്നതായ ചില അരുതാത്തതായ സാധനങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പാവങ്ങൾ ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ സാധനങ്ങൾ കൊണ്ട് വലിയ കൊള്ളയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് പലയിടത്തും കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ കാണുന്നത്, പത്രത്തിൽ കാണുന്നത്. ഇതെല്ലാം നാശത്തിലേക്ക് പോവുകയാണ്. നാശത്തിലേക്ക്. നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക് പ്രിയപ്പെട്ടവർ. നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ? കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടോ? വാസ്തവത്തിൽ നിഷ്കളങ്ക സ്നേഹമുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? പരിപൂർണമായി വിശ്വസ്തതയുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? പൂർണ്ണ ഐക്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു മനസ്സാണോ, ഒരു ഹൃദയമാണോ? ഏതോ ചില വേലിക്കെട്ടുകളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സന്ദർഭം വന്നാൽ പൊട്ടിത്തെറിക്കുന്ന പ്രകൃതത്തിലല്ലയോ അനേകം യുവാക്കന്മാർ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ താമസിക്കുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ നിൽക്കും. പക്ഷേ ഒരു ഹോസ്റ്റലിലേക്ക് ചെന്ന്, വെളിയിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ ചെന്ന് പഠിക്കാൻ പോകുമ്പോൾ അതോടുകൂടി അരുതാത്ത കൂട്ടുകെട്ടുകളായി, വേണ്ട ദിനങ്ങളായി, അശുദ്ധ ജീവിതമായി, ഏറ്റവും വൃത്തികെട്ട ഹീനമായ ജീവിതമായി അങ്ങനെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ മാഞ്ഞു പോകരുത്. ജീവൻ്റെ പുസ്തകത്തിൽ മാഞ്ഞു പോകരുത്. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഇന്ന്
സാത്താൻ ഉപേക്ഷിച്ച് വിശുദ്ധാംബരാങ്കിലേക്ക് തിരിയുന്നു. കർത്താവേ, ഞാനിന്ന് പാപത്തെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ജീവിതത്തിൽ വന്നുപോയ കറകൾ എല്ലാം നീ കഴുകി തരണമേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ അനേകം തെറ്റുകൾ, എല്ലാം കറകൾ, കളങ്കങ്ങൾ, പാപങ്ങൾ എല്ലാം രക്തത്താൽ കഴുകി തരണമേ. എന്നെ കഴുകാനാണല്ലോ നിൻ്റെ ക്രൂസിൽ നീ തിരക്തം വലിച്ചു കിടന്നത്, തിരക്തം ചിന്തിയത്. യേശുവേ, നീ ഇപ്പോൾ എന്നെ കഴുകണമേ. എന്നെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എന്നെ നിന്നെ വിശുദ്ധ പൈതലാക്കി തീർക്കണമേ. നിൻ്റെ മകനും നിൻ്റെ മകളുമാക്കി എന്നെ നീ സ്വീകരിക്കണമേ. എൻ്റെ പേരെ ജീവൻ വ്യവസ്ഥയിൽ എഴുതി ചേർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. മനോഹരമായ സമയമാണ്. നിങ്ങൾക്ക് ഇനിയൊരു അവസരം കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇതുപോലെ പറയാൻ എനിക്കൊക്കുമോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി വചനം ഒരുക്കിയിരിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ്റെ പുസ്തകം തുറന്നു വച്ചിരിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ്റെ പുസ്തകം തുറന്ന് നിങ്ങളുടെ പേരെഴുതാൻ കർത്താവ് കരുതിയിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസം കടന്നു പോയാൽ പിന്നെ നാളെ കിട്ടുമോ ആർക്കറിയാം? എനിക്കറിഞ്ഞുകൂടാ. ആർക്കും അറിഞ്ഞുകൂടാ. കർത്താവ് കൃപയാൽ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. ഇന്ന് ഭാഗ്യവശാൽ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ യേശുവിനോട് പറയൂ, കർത്താവേ, നിൻ്റെ തിരുമാറിൽ നൊഴിയ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. നിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ മുദ്ര എൻ്റെ മേൽ പതിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ പ്രിയമക്കളെല്ലാം കൂട്ടി വരുത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓരോരുത്തരോടോട് ഹൃദ്യമായി ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തീരുമാനമെടുത്തവരുടെ തലമേലയുടെ തിരക്തം പകർന്നതിനായി സ്തോത്രം കർത്താവേ. തൃക്കരം വെച്ചതിനായി സ്തോത്രം കർത്താവേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ രണ്ടാമത്തവരുടെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.